ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് ഫുഡിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാബേജ് മട്ടറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു അളവിൽ മാത്രം മതിയാവും. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ്. നമ്മുടെ ഈ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഇതൊന്ന് ചൂടായി കിട്ടണം. അതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പച്ചമുളകാണ്. അത്യാവശ്യം വലിയ പച്ചമുളകിൽ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. അപ്പോൾ അതും ചേർക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ 1 തന്നെ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു അളവിൽ മാത്രമേ ഉള്ളൂ. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്തിലെല്ലാം നമ്മളൊന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം വെക്കണ്ട, എങ്കിൽ പിന്നെ നമ്മൾ ഫസ്റ്റിൽ ചേർത്ത് കൊടുത്തെല്ലാം കൂടി കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ അത്യാവശ്യം വലിയൊരു സൈസിലൊരു തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ബാക്കി പിന്നീട് അത് വഴണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. അപ്പോൾ അതും കൂടി ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ അതും ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഇതുപോലെ ഫ്ലെയിമൊക്കെ ഞാനിപ്പോൾ മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിരിക്കുകയാണ്. മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, എങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി കരിഞ്ഞു പോകും. മസാലയുടെ ആ കരിഞ്ഞ ഫ്ലേവർ ഇങ്ങനെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ആ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ ഒരു പകുതിയോളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഏകദേശം ഒരു 2 കപ്പോളം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചപ്പട്ടാണിയും കൂടിയാണ്. ഞാനിപ്പോൾ പച്ചപ്പട്ടാണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഡ്രൈ ഗ്രീൻ പീസും എടുക്കാവുന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് അത് പ്രത്യേകം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കാരണം കുറച്ച് സമയം കൂടുതൽ എടുക്കും നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അല്ല പച്ചപ്പട്ടാണിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് 1 കപ്പോളം വെള്ളം കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം.
വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ. അതായത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇനി നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. അതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രത്യേക രുചിയിലാണ് നമുക്കിത് കിട്ടുന്നത്. സാധാരണ നമ്മൾ ക്യാബേജ് വെച്ചിട്ട് പല റെസിപ്പികളും തയ്യാറാക്കി എടുക്കാറുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതുപോലെ ഈ ഒരളവിൽ നമുക്ക് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് വേവിക്കരുത്, എങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് വെള്ളമെല്ലാം വറ്റിപ്പോകും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാബേജൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള കംപ്ലീറ്റ് വെള്ളവും ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം. സാധാരണ സ്റ്റീൽ പാനോ അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ക്യാബേജ് എല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കായിരിക്കും ഇരിക്കുന്നത്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടി. അപ്പോൾ ഇതിന് മല്ലിയിലയും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. കൂടെ തന്നെ ഒരു പകുതി നാരങ്ങ നീര് കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ചെറിയൊരു പുളിപ്പ് ഇങ്ങനെ കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഈ ലാസ്റ്റ് സമയത്ത് മാത്രം നമ്മളൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ ഇത് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ദോശയുടെ കൂടെയൊക്കെ നമ്മളിങ്ങനെ ക്യാബേജ് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെയൊക്കെ പറ്റുമോ എന്ന് ആലോചിക്കും. പക്ഷേ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. നല്ല സൂപ്പറായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ചെറുപറാന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.